പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്നു മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഉദ്ഘാടനം ജനുവരി 1-ാം തീയതി കാലത്ത് 10 മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോട്ടീസ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി രൂപീകരണത്തിന്റെ മുന്നോടിയായിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വൈസോട് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ പദ്ധതി രൂപീകരിച്ചു. അത് ഏറെക്കുറെ നമുക്ക് നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ പദ്ധതി രൂപീകരണത്തിനൊക്കെ നിങ്ങളുടെ നല്ല ഒരു മനസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓരോ കാഴ്ചപ്പാടുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നമ്മളെ മുന്നിൽ ഈ ഭരണസമിതി 8 വർഷമാണുള്ളത്. ഈ വർഷം നമ്മൾ എത്രയും നേരം തന്നെ പദ്ധതികൾ രൂപീകരിച്ച് ഈ വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഇനി ഗ്രാമസഭകളുണ്ട്. അതിനുശേഷം വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് ഒന്നും കൂടി ക്രോഡീകരിച്ച് ഈ പദ്ധതികൾ ഒന്നും കൂടി ക്രോഡീകരിച്ച് നോക്കിയതിനു ശേഷം നമുക്ക് വികസന സെമിനാറും കഴിഞ്ഞ് DPCയുടെ അംഗീകാരം കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് പദ്ധതിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇത്തരം നടപടിക്രമങ്ങൾ നമ്മൾ എളുപ്പത്തിലാക്കിയാൽ മാത്രമാണ് നമ്മളൊരു സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു തീർക്കേണ്ടത് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അതിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള നമ്മളെ പദ്ധതിക്കും നമ്മളെ ഫണ്ടിനും ഒക്കെ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പദ്ധതികൾ നിങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ ആസൂത്രണ സമിതി അന്തരിച്ച എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്ഷൻ ക്ലർക്ക് ജയകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഒരു വിഹിതം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ജനുവരി 30-ന് മുമ്പ് നമ്മുടെ പ്രൊജക്ട് പ്രൊപ്പോസല് കേന്ദ്രത്തിൽ കൊടുത്താൽ മാത്രമേ ആ പൈസ നമുക്ക് കിട്ടൂ. കേന്ദ്ര ബജറ്റിൽ ആ പൈസ പ്രൊജക്ട് ഉൾപ്പെട്ടിട്ടുള്ളൂ. കേന്ദ്ര ബജറ്റ് ഉൾപ്പെടുത്തിയാൽ മാത്രമേ കേന്ദ്ര ബജറ്റിൽ അത് ഉൾപ്പെട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ജനുവരി 30-നകം ആസൂത്രണം പൂർത്തീകരിക്കണം എന്ന് നമുക്ക് നിർദ്ദേശം കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിസംബർ 30-നകം ആസൂത്രണത്തിന്റെ ഈ ആദ്യ സ്റ്റെപ്പുകളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം എന്ത് പൈസ കിട്ടിയോ ആ പൈസ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം നമുക്ക് പ്രതീക്ഷിത നമ്മളെ വരുമാനം. നമ്മൾ ഓരോ ഫണ്ടായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം എത്ര കിട്ടിയോ അത് നമുക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിന്റെ മുകളിലാണ് നമ്മളോട് പ്രൊജക്ട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുവഴി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഭരണസമിതിയുടെ പ്രസിഡന്റ് പറഞ്ഞ ഈ ഭരണസമിതിയുടെ അവസാന ഒരു ലാപ്പാണ് ഓടിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. അടുത്ത സെപ്റ്റംബർ 30 വരെയാണ് ഇവർക്ക് അവസരം കിട്ടുന്നത്. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK അനന്തകൃഷ്ണൻ ആസൂത്രണ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹമീദ് ലബ, അനീഷ് കവളമുക്കട്ട, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM ബിജു, പഞ്ചായത്ത് മെമ്പർ VK ബാലസുബ്രഹ്മണ്യൻ, മറ്റു മെമ്പർമാർ, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് K രാധാകൃഷ്ണൻ, രാജ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യുകയും പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.